ഹായ്, ഗോവയിൽ ഇന്ന് നമ്മൾ സെക്കൻഡ് ഡേ ആണേ. നമ്മൾ രാവിലെ നേരത്തെ തന്നെ എണീറ്റ് ഒരു 6:30 ടൈമിൽ തന്നെ നമ്മുടെ ഇന്നത്തെ ജേണി തുടങ്ങാം കേട്ടോ. ശരിക്കും ഇവിടെ വരുമ്പോൾ പൊതുവിൽ പറയുന്ന കുറച്ച് ലൊക്കേഷൻസും പിന്നെ നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടലിൽ അവർ പറഞ്ഞ കുറച്ച് ലൊക്കേഷൻസും ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ വിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു കണ്ടുപിടുത്തത്തിൽ നിന്ന് വന്നൊരു ലൊക്കേഷനിലേക്കാണ് ഇന്ന് നമ്മൾ പോണത്. നമ്മൾ ഇന്നലെ രാത്രി ഇങ്ങനെ നാളെ എവിടെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് കണ്ടു. അപ്പോൾ നമുക്ക് എന്തായാലും രാവിലെ നേരത്തെ ഇറങ്ങണമല്ലോ സൺറൈസ് കാണണമെങ്കിൽ. സോ ദാറ്റ് അങ്ങനെ ഒന്ന് നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും റോഡിൽ തിരക്ക് കുറവാണ്. പിന്നെ അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ രാവിലെ. കഴിഞ്ഞ ദിവസം ഒരു വ്ലോഗിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഗോവയിലെ സ്പെഷ്യൽ വീടുകളെയും അതുപോലെ ഇവിടുത്തെ ഫുള്ള് ബോഗൻ വില്ലകളെയും കുറിച്ചിട്ട്. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് തോന്നി. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ അങ്ങനെ കുറേ പകർത്തിയതാണേ. അങ്ങനെ അതേ നമ്മുടെ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ? ശരിക്കും ഇത് നമ്മൾ ആദ്യം കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയിട്ടോ. കാരണം നമ്മളായിട്ട് കണ്ടുപിടിച്ചിട്ട് ഇതാണോ ലൊക്കേഷൻ എന്ന് വിചാരിച്ചു. പറഞ്ഞ പോലെ സൺറൈസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ടു. പക്ഷേ ഒരു വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കും ഉണ്ടായിരുന്നു കുറച്ച് എക്സ്പെക്റ്റേഷൻസ്. സോ ദാറ്റ് നമ്മൾ കുറച്ച് അങ്ങോട്ട് നടന്നു നോക്കി. അപ്പോൾ കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം എന്നാൽ കുറച്ചുകൂടെ കയറി നോക്കാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് കയറാനുള്ളൊരു സംഭവമുണ്ട് ദേ ഈ കാണുന്ന പോലെ. അപ്പോൾ നമ്മളങ്ങോട്ട് കുറച്ച് കയറി നോക്കി. 1-2 ജോഗിങ്ങിൻ്റെ ആൾക്കാരെ മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ കണ്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ടായി അധികം ആൾക്കാരൊന്നും കാണാത്തപ്പോൾ ഇനി ഇത് അധികം ആൾക്കാരൊന്നും വരാത്തൊരു ടൈപ്പ് ഓഫ് സ്ഥലമാണോ, അവിടെ പോയി കഴിഞ്ഞാൽ എന്താവുമെന്ന്. പക്ഷേ ഇതേ ഈ ഒരു വ്യൂവിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ആഹാ കൊള്ളാലോ, ഇത് കുറച്ചുണ്ടല്ലോ. ഇത്രയും കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടോ. വന്നത് എന്തായാലും മുതലായി എന്നുള്ളൊരു മൈൻഡ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ ആയിരിക്കുന്ന കപ്പിൾസ് ഉണ്ടോ, അവരാണ് ഇവിടെ ഈ വ്യൂ പോയിന്റിലേക്ക് നോക്കിയിരുന്ന 2 ആൾക്കാർ. വേറൊരു മനുഷ്യൻ്റെ കുട്ടീനെ നമ്മളവിടെ കണ്ടില്ല. അങ്ങനത്തെ ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ് ഗായ്സ്. ഈ ഫോണിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് നേരിട്ട് കാണുന്ന നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ആ ഒരു തണുപ്പും ആ ഒരു സൺറൈസിൻ്റെ വ്യൂവും എല്ലാം കൂടെ സെറ്റായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ തിരിച്ച് റൂമിലേക്ക് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.